നമസ്കാരം. ഷെക്കീന ഫൈവ് റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന സ്ക്രീനുകളും ടെക്നോളജിയും എഐയും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായ ജെൻ ആൽഫ ആ യുഗത്തിൽ ജനിച്ച മക്കളെ പേരന്റിങ് നടത്തുക അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമായി പുതുതലമുറയിലെ മാതാപിതാക്കൾ പങ്കുവെക്കാറുണ്ട്. ജെൻ ആൽഫയെ എങ്ങനെയാണ് പേരന്റിങ് നടത്തേണ്ടത്? അവരുടെ ഹൃദയത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇടം നേടാൻ സാധിക്കുക? വിശ്വാസ തലത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ ഏത് തരത്തിലുള്ള ശൈലിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഈ വിഷയവുമായി ഷെക്കീന ഫൈവ് റൂം ഇവിടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ അതിഥികളെ പരിചയപ്പെടാം. ഈ ഷെക്കീന ഫൈവ് റൂമിൽ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജിൻഡോ മാത്യു. അദ്ദേഹം റേസ് ടു എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെയർമാനാണ്. പ്രൊജക്ട് ജംസ്, റേസ് ടു IAS തുടങ്ങിയ പദ്ധതികളുടെ സ്ഥാപകനാണ്. ശ്രീ ജിൻഡോ മാത്യു, അങ്ങ് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാനലിസ്റ്റായി നമ്മുടെ കൂടെയുണ്ട് ഡോക്ടർ ആൻസി ജോസഫ്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കോളേജിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് റിട്ടയറായി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റായി 30-ലധികം വർഷം ജോലി ചെയ്ത് വിരമിച്ച ഡോക്ടർ ആൻസി ജോസഫ് എഴുത്തുകാരിയും പ്രഭാഷകയും വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫൈവ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചർച്ച ടീച്ചറിൽ ആരംഭിക്കുകയാണ്. ആൻസി ടീച്ചർ ഒരു പേരന്റിങ് മേഖലയിൽ മാതാപിതാക്കള് കുട്ടികളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിലൊക്കെ ഒത്തിരി കൗൺസിലിങ്ങുകളും ഒത്തിരി ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മളുടെ ഈ കാലഘട്ടത്തെ നമ്മൾ ജെൻ ആൽഫ, ബീറ്റ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. ജെൻ സി നമ്മൾ കാണുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പലതരത്തിൽ നമ്മൾ അവരെ വിളിക്കാറുണ്ട്. എന്നാൽ ജെൻ ആൽഫയെ കുറിച്ച് പറയുമ്പോൾ ഐഡിയലി പറയുക 2010 അല്ലെങ്കിൽ 2013 ഇടയിൽ, അതിനുശേഷം 24 മുമ്പിൽ ജനിച്ചവരെയാണ് നമ്മൾ പറയുക. ഈ ഒരു തലമുറയിൽ നമ്മൾ മുമ്പ് കണ്ടുവന്നിരുന്ന ഒരു ശൈലിയിലല്ല കുട്ടികൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക. അവരുടെ ചിന്താഗതികൾ വ്യത്യസ്തമാണ്, അവരുടെ ആശയങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ ലോകം തന്നെ വ്യത്യസ്തമാണ്. എന്നാൽ പല മാതാപിതാക്കളും ഒരു വെല്ലുവിളിയിലൂടെ കടന്നു പോവുകയാണ്. അവർ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളെ കണ്ടിരുന്ന പോലെ, അവരെ കേട്ടിരുന്നത് പോലെ, അനുസരിച്ചിരുന്നത് പോലെ അങ്ങനെ ഒന്നുമല്ല നമ്മുടെ കുട്ടികൾ. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു കാലക്രമത്തിൽ ഉണ്ടായ മാറ്റത്തെ എങ്ങനെയാണ് വിലയിരുത്തുക? എന്താണ് ശരിക്കും ജെൻ ആൽഫയുടെയും അല്ലെങ്കിൽ ഈ ഒരു പേരന്റിങ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അതിനെ കാണുക? ജെൻ ആൽഫ കുട്ടികളെ നിരീക്ഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പരമ്പരാഗത ശൈലിയിലുള്ള ഒരു പേരന്റിങ് അവർക്ക് ഇഫക്റ്റീവ് അല്ല. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് അവിടെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഴയ കുട്ടികളെ പോലെ നമുക്ക് അവരെ നേരിട്ട് അവർക്ക് കറക്ഷൻസ് ആൻഡ് സജഷൻസ് കൊടുക്കുന്നത് അത്ര ഫലപ്രദമായി തോന്നുന്നില്ല. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, മാതാപിതാക്കൾ അവരുടെ പരാതികളും പരിഭവങ്ങളും ആകുലതകളും ഒക്കെ ശാസന രൂപത്തിൽ, ഉപദേശ രൂപത്തിൽ ആ കുട്ടികളുടെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തക്ക ഒരു മാനസികാവസ്ഥയിലല്ല നമ്മുടെ കുട്ടികൾ. അപ്പോൾ എനിക്ക് പേരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, എസ്റ്റാബ്ലിഷ് കണക്ഷൻ ബിഫോർ കറക്ഷൻ. നമ്മുടെ കുട്ടികളെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ദിശാബോധം നൽകാൻ ശ്രമിക്കുമ്പോൾ ആദ്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഒരു ബോണ്ടിങ് ഉണ്ടാക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ആ കണക്ഷൻ എത്രമാത്രം സുദൃഢമായിരിക്കുന്നുവോ, എത്രമാത്രം ശക്തമായിരിക്കുന്നുവോ, അത്രമാത്രം നമുക്ക് കുട്ടികളെ സ്വാധീനിക്കുവാൻ, നയിക്കുവാൻ, ബോധവൽക്കരിക്കുവാൻ, ഇൻസ്പയർ ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കും. നിർഭാഗ്യവശാൽ നമ്മുടെ മാതാപിതാക്കൾ ആ ഫസ്റ്റ് പാർട്ട്, കണക്ഷൻ അല്ലെങ്കിൽ ബോണ്ടിങ് പാർട്ട് വിസ്മരിക്കുകയും സെക്കൻഡ് പാർട്ട് കറക്ഷൻ കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിൽ വളരെ തൽപരരായിരിക്കുകയും ചെയ്യുന്നു. ഈ സോഷ്യൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ ബൗണ്ടറീസിൽ കുട്ടികൾക്ക് നിൽക്കാൻ സാധിക്കാത്തത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ ലെറ്റ് us എസ്റ്റാബ്ലിഷ് കണക്ഷൻ ബിഫോർ കറക്ഷൻ. തിരിച്ചു വരാം. ഇവിടെ നമ്മൾ ഈ ജെൻ ആൽഫയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു തലമുറ മാതാപിതാക്കളുമായിട്ടുള്ള സംസാരം, അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ നെറ്റ്വർക്ക്, അവരുടെ ഗാഡ്ജറ്റ്സ് ഇതെല്ലാം വളരെ വ്യത്യസ്തമാണല്ലോ. അപ്പൊ പലപ്പോഴും ഇവരുടെ ഏറ്റവും വലിയ സൗഹൃദം ഗാഡ്ജറ്റുകളോടായിരിക്കാം. ഒരുപക്ഷെ ഒരു ജെൻ ആൽഫ പേരന്റ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സ്ക്രീൻ ടൈം എങ്ങനെ കുറയ്ക്കാം, മൊബൈൽ ഫോൺ എങ്ങനെ ഒഴിവാക്കാം തുടങ്ങിയ കാര്യങ്ങളായിരിക്കുമല്ലോ വരിക.
എന്നാൽ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന നമുക്കുണ്ടായിരുന്ന പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ടെക്നോളജി വളരുന്ന പുതിയ സാധ്യതകളുടെ മുമ്പിൽ ഉണ്ട് താനും. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചലഞ്ച്, ഇതൊരു ഗാഡ്ജറ്റുകൾ ഇതൊക്കെ നന്മയ്ക്കായിട്ട് ആണ് ഉണ്ടാകുക എങ്കിലും ഇതൊരു മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു ബന്ധത്തിനിടയിൽ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി ഇത് മാറുന്നുണ്ടോ ഇത്തരം സാങ്കേതിക വിദ്യകൾ? നിതിൻ പറഞ്ഞ ഈ ജെൻ ആൽഫ 2013 ശേഷം ജനിച്ച 3 ആൽഫകളുള്ള വീടാണ് എൻ്റെത്. അപ്പം കുറച്ചുകൂടെ വ്യക്തിപരമായി എനിക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ അമ്ലേമാവിനെ കാണിച്ച് ചോറ് കൊടുത്തിരുന്ന കാലത്ത് നിന്ന് ഡാഡീസ് ഗെയിമും അല്ലെങ്കിൽ ABCD ഗെയിമും ഫണ്ടമെന്റലി ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഞാൻ എൻ്റെ പേരൻസ് എന്നെ പാരന്റിങ് ചെയ്തിരുന്നതിനേക്കാൾ വലിയ വ്യത്യാസമുണ്ട് ഈ കാലത്ത്. ധാരാളം ചലഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അവർക്ക് ആ പ്രായത്തിൽ അറിയേണ്ടാത്ത എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താ സംഭവം, നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ചും അറിവിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇപ്പം നല്ല പ്രായപൂർത്തിയായ ആളുകൾക്ക് വ്യക്തമായ ചില പർട്ടിക്കുലർ ഏജസിൽ മാത്രം അറിയേണ്ട പല കാര്യങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ ഇവർ അറിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അവരുടെ നോളജ് കളക്ഷൻ അവർക്ക് ലിമിറ്റേഷൻ ഇല്ല. എവിടുന്ന് ഇൻഫർമേഷൻസ് കിട്ടും. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പേരൻസിനോടോ സുഹൃത്തുക്കളോടോ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഇപ്പം ചോദ്യങ്ങളില്ല കുട്ടികൾക്കെന്ന് ഞങ്ങളുടെയൊക്കെ ഒരു അറിവ്. കാരണം അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉത്തരങ്ങൾ നമ്മളോട് പറയും. നമ്മൾ അവരെ അറിയത്തില്ലെന്ന് വിചാരിച്ച് ചില ചോദ്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കും. വളരെ മനോഹരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന തരത്തിൽ ഉത്തരങ്ങൾ പറയും. അതിനൊരു പ്രധാനപ്പെട്ട അവർക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഹെൽപ്പ് എന്ന് പറയുന്നത് ഈ ഗാഡ്ജറ്റ്സ് ആണ്. ഇതിന് പറഞ്ഞ പോലെ തന്നെ ഈ ഗാഡ്ജറ്റ്സിൻ്റെ അതുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ശ്രമിച്ചിരുന്നത് TV വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ചിലപ്പോഴെങ്കിലൊക്കെ അവരെ എൻഗേജ് ചെയ്യാൻ പല സാഹചര്യത്തിലും പറ്റാത്തതുകൊണ്ടും പണ്ട് കാലങ്ങളുള്ള പോലെ നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടാനുള്ളൊരു കോൺഫിഡൻസ് കാലങ്ങൾ കഴിയുന്തോറും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടും അവരെ എൻഗേജ് ചെയ്യാൻ വഴികൾ വേറെ ഇല്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ വീണ്ടും TV ഒക്കെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പക്ഷെ അത് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുമായിരുന്നു. അത് പക്ഷേ അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും നമ്മളുടെ കൂടെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ അവർ കാണുന്ന സമയത്ത് നമ്മളും കൂടി ഇരുന്ന് കാണുക, അവർക്ക് ഇഷ്ടമുള്ള പരിപാടികൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് കുറച്ചും കൂടെ സെൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക, അവർ കാണുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ സെൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നിതിൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഇതൊന്നും ഒഴിവാക്കിയിട്ടൊന്നും ഇനി നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല, നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ ഒത്തിരി ഔട്ട്ഡേറ്റഡ് ആയിപ്പോകും. അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സൊസൈറ്റി, അവരുടെ ഒരു കമ്മ്യൂണിറ്റി, അവരുടെ ഒരു ടീം ഓഫ് ആളുകൾ, അവർ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ ഇതിനകത്തൊക്കെ വളരെ നോളജബിൾ ആണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാതെ വന്നാൽ അവർ ഒത്തിരി പുറകെ പോകും. അത് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും കൂടെ ആസ് എ പേരൻ്റ് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആ സെയിം ടൈമിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളായതുകൊണ്ട്, നമുക്കൊരു കാത്തലിക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്ത് പോകാവുന്ന തരത്തിൽപ്പെടുന്ന വാല്യൂ സിസ്റ്റംസ് നമ്മൾ അറിയാതെ അവർക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഉണ്ടാവാതിരിക്കാനും കൂടെ നമ്മൾ കാര്യമായിട്ട് അതിലേക്ക് അവർ പോവാതിരിക്കാനും കൂടെ അവർ കാണുന്ന കാഴ്ചകളെ കണക്ട് ചെയ്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ, ഇത് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ പോലും നമുക്ക് അവരറിയാതെ നമ്മൾ ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, നമുക്കൊരു സെൻസറിങ് സ്വാഭാവികമായിട്ടും അവരെ ഡിസ്റ്റർബ് ചെയ്താൽ ഈ സെൻസറിങ് ഒന്നും വർക്ക് ചെയ്യില്ല. അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരെയും കൂടെ കണക്ട് ചെയ്ത് ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് പറയാൻ ശ്രമിക്കുമ്പോൾ കുറേയൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗാഡ്ജറ്റ്സ് ഒന്നും അല്ല വഴിതെറ്റിക്കുന്നത്. നമ്മളവരെ ഇത് ഒഴിവാക്കാൻ ട്രൈ ചെയ്യുന്നത് വലിയ അപകടമാണ്. പക്ഷെ അത് ഉള്ളപ്പം അത് എങ്ങനെ കാണണം എന്നൊക്കെ നമ്മളും കൂടെ ഒരുമിച്ചിരുന്നത്, നമ്മളൊരു സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾ മാത്രമാവാതെ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു അധ്യാപകൻ മാത്രമാവാതെ, നമ്മളും കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്കൂടെ കുറച്ചുകൂടെ മനസ്സിലാവും. അങ്ങനെയൊക്കെ അതൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഈസി മെത്തേഡ് നമ്മൾ ഈ കാലഘട്ടത്തിലുള്ള പിള്ളേരെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം തോന്നും. യെസ്, വളരെ നല്ല ആശയം. ടീച്ചറിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിൽ ടെക്നോളജിയുടെ വളർച്ച, സാങ്കേതിക വിദ്യയുടെ വലിയൊരു മാറ്റമൊക്കെ നമ്മൾ കാണുന്നു. ഇതിനിടയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു വിശ്വാസ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പൊതുവെ ജനറലൈസ് ചെയ്യപ്പെടുകയില്ല, എന്നാലും നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസ ജീവിതത്തിൽ നിന്ന് ധാരാളം
ഒരു പുതിയ തലമുറയ്ക്ക് ആ ഒരു വിശ്വാസത്തിന് ഉറപ്പുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ഇതൊരു എല്ലാ കാലത്തും നമ്മളൊരു തലമുറയെ അടുത്ത തലമുറ പങ്കുവയ്ക്കുന്ന ഒരു സന്ദേഹമായിട്ടൊക്കെ വേണമെങ്കിൽ കാണാം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു കാര്യമായി അവിടെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ മറുവശത്ത് ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ എപ്പോഴും കുറെ കൂടി റീസണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന, യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു തലമുറയാണ് ഈ തലമുറ ബേസിക്കലി. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ സമാന തലത്തിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുണ്ട്, ലിബറൽ ഐഡിയോളജികൾ, തിയറികൾ, ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നു. സോഷ്യൽ മീഡിയ, വിലക്കണികൾ, ഇതൊക്കെ അവരുടെ മുമ്പിൽ വല്ലാതെ അവരെ ബാധിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇതിന് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഒരു അകൽച്ച നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സെൻറ്റൻസ് കോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഡോണ്ട് വാണ്ട് റിലീജിയോസിറ്റി, ഐ വാണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയാറുണ്ട്. ഏതെങ്കിലും ഒരു റിലീജിയൻ്റെ മതാത്മകതയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ആത്മീയതയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന കുട്ടികളെ ഞാൻ കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ എക്സസീവ് കോഗ്നിറ്റീവ് ലോഡാണ് അവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനായിട്ടോ ഈ വരുന്ന ന്യൂസുകളും റീൽസും ഒക്കെ ശരിയാണോ തെറ്റാണോ, അത് ആരെങ്കിലും സൃഷ്ടിച്ച് എടുത്തതാണോ, ആരെങ്കിലും അപഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ, ഏതെങ്കിലും ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും ആകാത്ത കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഐഡിയോളജീസും ഈ സോഷ്യൽ മീഡിയയിലൂടെയും അവർ കാണുന്ന ചാനലുകളിലൂടെയും ഒക്കെ അവരുടെ മനസ്സിലേക്ക് ഫിൽട്ടർ ചെയ്തിറങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ സ്വാധീനം ഈ കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ വളരെ ലിബറേറ്റഡ് ആയിട്ടാണ് വളരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ അത് വഴിതെറ്റി പോകുന്നത് പോലെയും എനിക്ക് തോന്നാറുണ്ട്. ഈക്വാലിറ്റി, ജെൻഡർ ജസ്റ്റിസ് എന്നൊക്കെ അവർ പറയുമ്പോഴും അതിൻ്റെ ആ ഒരു പൂർണ്ണ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്ത്രീ പുരുഷന്മാർ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തുല്യരാണെങ്കിലും അവർക്ക് ഈ ലോകത്തിൽ ചെയ്തു തീർക്കേണ്ട നിയോഗങ്ങൾ, അവരുടെ മിഷൻസ് ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ, പരസ്പരം പൂരകങ്ങളാണ്. അപ്പോഴാണ് ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിയോഗങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമാക്കാൻ സാധിക്കുന്നെന്ന് ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാതെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഞാനും നീയും തുല്യരാണ്, അങ്ങനെയാണ് എങ്കിൽ പിന്നെ യാതൊരു വിധത്തിലുമുള്ള ഒരു വിധേയത്വത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒരു സേവനത്തിൻ്റെയോ ഒരു ശുശ്രൂഷയുടെയോ ഒരു പരിഗണനയുടെയോ പെരുമാറ്റങ്ങൾ ആവശ്യമില്ല എന്നുള്ള മട്ടിലുമൊക്കെ സംസാരിക്കുന്ന കൊച്ചുകുട്ടികളെയൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഫെമിനിസ്റ്റ് ഐഡിയോളജികളെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സത്യത്തിൽ ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്ലിഫ്റ്റ് ഓഫ് വിമൻ ആണ് ഉദ്ദേശിക്കുന്നത്, സ്ത്രീകളുടെ ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെ മേലൊരു മേധാവിത്വം ഉണ്ടാക്കുക എന്നുള്ള ഒരർത്ഥമേ അതിനില്ല. സ്ത്രീ പുരുഷന്മാരുടെ സമത്വ സുന്ദരമായ പരസ്പര സഹകരണത്തോടു കൂടിയുള്ള പരസ്പരം വളർത്തുന്ന നല്ല ഒരു ബന്ധം സൃഷ്ടിക്കുക, സ്ത്രീകളുടെ നന്മകളും കഴിവുകളും പുറത്തെടുക്കുവാൻ അവരെ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വൊക്കാബുലറിയായും ഒരു കോൺസെപ്റ്റായിട്ടും അത് കുട്ടികളുടെ ഇടയിൽ കാണാറുണ്ട്. ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ ഞാൻ കുട്ടികളോട് അതേക്കുറിച്ച് പറയാറുണ്ട്. ശരി, തിരിച്ചു വരാം. ഇപ്പം അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വിശ്വാസ തലത്തിൽ നിന്ന് കുട്ടികൾ അകന്നു പോകുന്നുണ്ട്. ഒരു ശതമാനം കുട്ടികൾ. അപ്പൊ അതിൽ ഈ പറഞ്ഞ കാരണങ്ങൾ, ഈ പറയുന്ന സാഹചര്യങ്ങൾ ഒരു കാരണമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാകുന്നു. കറക്റ്റ്. ഞാൻ മറ്റൊരു തരത്തിൽ ചോദിക്കുകയാണ്, അതായത് ഈ വിശ്വാസ തലത്തിൽ നിന്ന് ഒരു കുട്ടികൾ അകന്നു പോകുന്നതിന് ഒരു കാരണം നമ്മൾ ഈ വിശ്വാസത്തെ കുട്ടികളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ശൈലിയും പഴയത് തന്നെ തുടരുന്നു. കുട്ടികളുടെ ജനറേഷണൽ ചേഞ്ചിനെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വരുത്തിയിട്ടില്ല. ഇപ്പോൾ ജിസ്യൂത്ത് പോലെ പ്രസ്ഥാനങ്ങളൊക്കെ പലപ്പോഴും ടീൻസിലൂടെ, കിഡ്സിലൂടെ, ഈ ഫാമിലിയിലൂടെയൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കാറുണ്ട്. അപ്പം അതൊരു ഉദാഹരണം തന്നെയാണ്, അതൊരു മാതൃക തന്നെയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ കുട്ടികൾ അങ്ങനെ അകന്നു പോകുന്നുണ്ടെന്ന് ഒരു പക്ഷേ ജനറലൈസ്ഡ് ആയിക്കോട്ടെ, എന്നിരുന്നാലും ഈ ഇങ്ങനെ അകന്നു പോകുന്ന കുട്ടികളിൽ ഒരു കാരണം അവരുടെ ഭാഷ നമ്മൾ സംസാരിക്കാത്തത് കൊണ്ടുകൂടിയാണോ എന്നതാണ്. നമ്മൾ ഈ വിശ്വാസം എവിടെയാണ് പ്രകടിപ്പിക്കുക? അതിനൊരു നീടുള്ളിടത്താണ് പ്രകടിപ്പിക്കുക. രാപരവന് വൈകുന്നേരം വരെ കൈകൂപ്പി പിടിച്ചു നടക്കുന്ന നല്ല വിശ്വാസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്കൊരു ആവശ്യം വരുമ്പം, ഒരു പർപ്പസ് വരുമ്പം, അതിൻ്റെ ഒരു ഐഡന്റിറ്റി കാണിക്കേണ്ട ഒരു സ്ഥലം വരുമ്പം, ഉദാഹരണം പറഞ്ഞാൽ
എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആളുകൾ സന്തോഷത്തിലല്ല കൂടുതൽ പ്രാർത്ഥിക്കുക, ദുഃഖവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരുമ്പോഴാണ്. ഒരു പരീക്ഷ വരുമ്പോൾ നമ്മുടെ പിള്ളേരുടെ കാര്യം നമ്മൾ ആലോചിച്ച്, ഒരു പരീക്ഷ വരുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലേ? പരീക്ഷ ഇല്ലാത്തപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവർ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നാണോ? അല്ല. ഇതവരുടെ ഉള്ളിലുണ്ടാവുക എന്നുള്ളത് മാത്രമേ ആസ് എ പേരന്റ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വീട്ടിലത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ടീച്ചറെ, വീടുകളിൽ മിറക്കിളുകൾ ഇല്ലെങ്കിൽ കുട്ടികളൊന്നും വിശ്വാസത്തിൽ നിലനിൽക്കില്ല. നമുക്ക് മിറക്കിളുകൾ കാണാൻ പറ്റണമെന്നേ. മിറക്കൾ എന്ന് പറയുന്ന രോഗശാന്തി ഉണ്ടാവുക, മരിക്കാൻ കിടക്കുന്ന എഴുന്നേറ്റ് പോകാനൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ആ പരീക്ഷയ്ക്ക് കിട്ടുന്നൊരു മാർക്ക്, നമ്മളൊരു ജോലിക്ക്, അപ്പനും അമ്മയും ഒരു ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്കൊരു ജോലി കിട്ടുന്ന കാഴ്ചകൾ, ഇത്തരം ചെറിയ അത്ഭുതങ്ങൾ കണ്ടു വളരുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത എൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഇത് 24 മണിക്കൂറും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെയാണ് വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊരു ആവശ്യം വരുന്ന സമയത്താണ് അത് ഇഫക്റ്റീവ്ലി പ്രസൻറ്റ് ചെയ്യേണ്ടത്. അത് പള്ളിയിൽ പോയിരുന്ന് എല്ലാ ഞായറാഴ്ചകളിലോ നമുക്ക് പള്ളിയിൽ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ ആ കാര്യത്തിൽ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അവൾക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളും കുർബാനയ്ക്ക് പോകും. കുട്ടികൾക്ക് ക്ലാസ് ഇല്ലെങ്കിൽ അവരെയും കൊണ്ട് കമ്പൽസറി ആയിട്ട് അവൾ പോകും. ഞായറാഴ്ചകളിൽ നിർബന്ധമായിട്ടും പോകും. ഞങ്ങളുള്ള സ്ഥലത്ത് സീറോ മലബാർ ചർച്ചുണ്ട്. അവിടെ മൂത്ത മകൾ അവിടെ ഓൾട്ടർ ഗേളാണ്. ഇത് ഞങ്ങൾ കൊടുക്കുന്ന ഒരു വിശ്വാസ പരിശീലന രീതിയാണ്. ഇളയ ആളുകൾ അത് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ യാത്ര ചെയ്യുമ്പം പ്രാർത്ഥിക്കും. എല്ലാ യാത്രയുടെ തുടക്കത്തിലും ഒരു കൊന്ത ചെല്ലിയിട്ട്, ഞങ്ങളുടെ എല്ലാ യാത്രകളും തുടങ്ങുന്നത് ഒരു കൊന്തയുടെ മുഴുവൻ രഹസ്യവും ചെല്ലിയിട്ടാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക്, നീതു എൻ്റെ ഭാര്യ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും മക്കൾ നിർബന്ധം പറയും നമുക്കൊരു കൊന്തയുടെ രഹസ്യം ചെല്ലാം. ഇത് ഞങ്ങൾ അവരെ കൊണ്ട് കമ്പൽസറി ചെയ്യിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അവർ ഷെയർ ചെയ്യുക. അതിൻ്റെ അർത്ഥം അവർക്ക് അല്ലാത്ത താല്പര്യങ്ങളില്ലെന്നല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്ന അവർ കാണുന്ന ചില കാഴ്ചകൾ, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു ഇഷ്യൂ വരുമ്പോൾ, ഒരു ചലഞ്ച് വരുമ്പോൾ അവരെന്ത് ചെയ്യും, അത് നാച്ചുറലി അവരുടെ ഉള്ളിലേക്ക് അത് വരും എന്ന് വിശ്വസിച്ച് ഞങ്ങളത് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അല്ലാതെ ടീച്ചർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമുക്ക് അടിച്ചേൽപ്പിച്ചൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഈ കാലത്ത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പറയുന്ന ജെൻ ആൽഫ കുട്ടികളെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഒരു എക്സ്പ്രസീവ് ആവുക, നമ്മളുടെ വിശ്വാസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുപറയുക, അത് പ്രൊക്ലൈം ചെയ്യുക, അത് ആളുകളോട് പറയുക, നമ്മൾ ജീവിക്കുക. ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. എൻ്റെ കൂടെയുള്ള നമ്മുടെ നെറ്റ്വർക്കിൽ അത്യാവശ്യം മദ്യപാനശീലമുണ്ട്. ഞാൻ മദ്യപിക്കില്ല. ഞാനിപ്പോൾ ഏത് സ്ഥലത്ത് എന്ത് പരിപാടിക്ക് പോകുമ്പോഴും എൻ്റെ മക്കൾ അവിടെ കയറുന്നതിന് മുമ്പ് പറയും, പരിപാടിയുണ്ട് പക്ഷെ അച്ഛൻ അതിന് പോയേക്കരുതെന്ന് പറയും. ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല, അത് നാച്ചുറലി അതിങ്ങനെ സംഭവിക്കുക. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പനൊന്നും അല്ല കേട്ടോ എൻ്റെ അർത്ഥം, പറഞ്ഞതിൻ്റെ അകത്തൊന്നും അതില്ല. പക്ഷെ ഞങ്ങളത് വീട്ടിൽ ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാതെ അതിൻ്റെ ഗ്ലിംസ് അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ അവർ കാണിക്കുന്നു. അതായത് നമ്മൾ പ്രസംഗിക്കാതെ പ്രവൃത്തിയിലൂടെ, ജീവിതത്തിലൂടെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് പുതുതലമുറ ആവശ്യപ്പെടുന്നത്. ടീച്ചറിനെ കൂട്ടിച്ചേർക്കാം. അതായത് പെർഫെക്റ്റ് പേരൻറ്റിങ് ഈസ് ഇമ്പോസിബിൾ, അത് നടക്കുകയില്ല. പിന്നെ പെർഫെക്റ്റ് പേരൻറ്റിങ് അല്ല കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രസൻറ്റ് പേരൻറ്റിങ്, ബി പ്രസൻറ്റ് വിത്ത് ദം. പിന്നെ ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കുക. ആ ക്വാളിറ്റി ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ, ഇപ്പോൾ സാറിനെയൊക്കെ പോലെ ബിസി ആയിട്ടുള്ള ആളുകൾക്ക് ഒത്തിരി സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ കൊടുക്കുന്ന സമയം നമുക്കും അവർക്കും സന്തോഷകരമായിരിക്കണം. കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന, നമുക്ക് സന്തോഷം കിട്ടുന്ന, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, വളർത്തുന്ന സമയമായിരിക്കണം. അതിനൊരു എക്സാമ്പിളോടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചില വീടുകളിൽ ഫാമിലി മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരങ്ങൾ. പകലെല്ലാവരും ബിസിയാണ്, അമ്മ ജോലിക്ക് പോകുന്നു, ഫാദർ ജോലിക്ക് പോകുന്നു. വൈകുന്നേരങ്ങളിലാണ് അവർ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ വൈകുന്നേരം സപ്പറിന് എല്ലാവരും കൂടി പ്രെയർ കഴിഞ്ഞിട്ട് ഒരുമിച്ചിരിക്കുന്നു. ആ ഇരിക്കുന്ന ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അവർ ആ ദിവസത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഓരോരുത്തരും ഇന്ന് ദൈവം എനിക്ക് ചെയ്ത ഒരനുഗ്രഹം ഇങ്ങനെ പറയുന്നു. ഫാദർ പറയുന്നു, ഇന്നത്തെ ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ സീനിയർ ഓഫീസർ എനിക്കൊരു അപ്രീസിയേഷൻ ലെറ്റർ തന്നു. അമ്മ പറയുന്നു, ഇന്ന് എനിക്കൊരു പേഷ്യൻറ്റിനെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇളയ കുട്ടി പറയുന്നു, ക്ലാസ്സിൽ ടീച്ചർ എന്നോട് വെരി ഗുഡ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പറഞ്ഞ് ആ ദിവസം ഒരു താങ്ക്സ് ഗിവിങ്ങിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കുറച്ച് സമയം കുട്ടികളും പേരൻസും കൂടി ഒരുമിച്ച് ചിലവഴിക്കുന്നു. പിന്നെ ഇളയ കുട്ടി പറയുന്നു, നാളെ എനിക്ക് മോഡൽ എക്സാമിനേഷനാണ്. അപ്പോൾ എല്ലാവരും
അവരുടെ പ്രാർത്ഥന ഓഫർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഫാദർ പറയുന്നു ഒരു പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പപ്പായ്ക്ക് ബെസ്റ്റ് വിഷസും ആശംസകളും പറയും, പ്രാർത്ഥനയും നൽകുന്നു. ഇങ്ങനെ ഒരു കണക്ടിവിറ്റി, ആ ഒരു ഇൻറ്റിമസി, ആ ബോണ്ടിങ് ഉണ്ടാക്കാൻ കുറച്ച് സമയം ക്വാളിറ്റി ടൈമാണ്. 10-15 മിനിറ്റൊക്കെ ഉണ്ടെങ്കിലും മതി. പക്ഷെ അത്രയും സമയം പോലും ഹൃദയ സംവേദനം നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് നമുക്കുടെ യാഥാർത്ഥ്യം. ഏതാനും മിനിറ്റുകൾ നമ്മൾ ചെല്ലുന്നു, ചില കറക്ഷൻസ്, ചില സജഷൻസ്, ചില ശാസനകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഓടിപ്പോവുകയാണ്. കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കാനോ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കുവാനോ ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് ആശ്ലേഷിക്കുവാനോ ഒരു നല്ല വാക്ക് പറയുവാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ജീവിത വ്യഗ്രതകൾക്കിടയിൽ. അതുകൊണ്ട് പേരൻസ്, സാറ് പറഞ്ഞതിനോട് ഞാൻ അക്ഷരാർത്ഥത്തിൽ യോജിക്കുകയാണ്. നമ്മൾ ശാന്തതയോടുകൂടി സ്നേഹവും വിശ്വാസവും ജീവിച്ച് കാണിക്കുക. അവർ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ അവർ വേർഡ്സ്. അത് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അവർ ലൈഫ് ഈസ് ആൻ ഓപ്പൺ ബുക്ക് ബിഫോർ ദം. കുട്ടികൾ വായിക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥം നമ്മുടെ ജീവിതമാണ്. ഏറ്റവും വലിയ സുവിശേഷം നമ്മളുടെ ജീവിതമാണ്. അത് എത്രമാത്രം നമ്മൾ നന്നായി ജീവിച്ച് കാണിക്കുന്നോ, എത്രമാത്രം നമ്മളത് എക്സ്പോസ് ചെയ്യുന്നോ, അത്രയും അവർ കണ്ടുപിടിക്കും. നമ്മൾ പഠിപ്പിച്ചെടുക്കുകയല്ല, അവരത് അസിമിലേറ്റ് ചെയ്യണം, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരു മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ വെല്ലുവിളികളോ ഒന്നും ഇവരെ ആ നിലയ്ക്ക് ബാധിക്കില്ല എന്ന് ഞാൻ എൻ്റെ സമ്മതി അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്നത് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ചാണല്ലോ. ചീത്ത കൂട്ടുകെട്ടുകളുണ്ട്, മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും പരിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അതിനേക്കൊരു വിശ്വാസത്തിന്റെ അകൽച്ചയ്ക്കുള്ള കാരണമായിട്ട് നമ്മൾ പോലും ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അങ്ങനെ നമ്മൾ സമ്മതിക്കുക വരെ ഉണ്ടായല്ലോ. അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വേരുള്ള കുടുംബം തന്നെയാണ്, കുടുംബ ബന്ധങ്ങളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡ്രഗ് അഡിക്ഷൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കുട്ടിക്ക് അതിനുള്ള ഒരു പരീക്ഷണവും പ്രലോഭനവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല ബോണ്ടിങ് ഫാദറുമായിട്ടുണ്ടെങ്കിൽ, അമ്മയുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഷെയർ ചെയ്യും ആ കാര്യം. ഇന്നത്തെ ദിവസം ഒരു ചേട്ടൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് എന്നോട് സംസാരിച്ചു, എനിക്ക് ചോക്ലേറ്റ് തരാനായിട്ട് ശ്രമിച്ചു, ഞാനത് വാങ്ങിയില്ല, പക്ഷേ എനിക്ക് പേടിയാവുന്നുണ്ട് പപ്പ എന്ന് പറയുമ്പോൾ ആ ഫാദർ കുട്ടിയുടെ കൂടെ ഉറച്ചു നിൽക്കുകയാണ്. പേടിക്കേണ്ട, നാളെ ഞാനും വരാം എന്ന് പറയുകയാണ്. ഇത് കുട്ടിക്ക് ഷെയർ ചെയ്യാനുള്ള വേദി ഉണ്ടാകണം, ടൈം കിട്ടണം, നല്ല ലിസണിങ് സ്കില്ലുള്ള പേരൻസ് ഉണ്ടാകണം. പലപ്പോഴും അമ്മേ അപ്പ എന്ന് വിളിക്കുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കുന്ന പേരൻസും ഉണ്ട് നമ്മുടെ ഇടയിൽ. ചെറിയ കുട്ടികൾ തുടങ്ങി വലിയ കുട്ടികളോട് വരെയും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൃദയപൂർവ്വം ലിസൺ ചെയ്യാൻ, കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ച് കാര്യങ്ങളൂടെ ഷെയർ ചെയ്യും. പിന്നെ കുട്ടികളോട് ഒപ്പമായിരിക്കുക, പ്രസൻ്റ് ആയിരിക്കുക, അതും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. തീർച്ചയായും ഷെക്കീന ഫൈറൂമിൻ്റെ ഈ ചർച്ചയിൽ പങ്കുവെച്ച ആശയങ്ങളുടെ ഒരു സമാപനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒപ്പമായിരിക്കുക, നമ്മുടെ കുട്ടികൾക്കൊപ്പമായിരിക്കുക. ശ്രീ ജിൻഡോ മാത്യു പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ മാതൃകകളാണ്. നമ്മൾ എന്തു ചെയ്യുന്നു, നമ്മളുടെ പ്രസംഗങ്ങളെക്കാൾ, നമ്മളുടെ ശകാരങ്ങളെക്കാൾ, നമ്മളുടെ ഭീഷണി സ്വരത്തിലുള്ള വഴക്കുകളെക്കാളൊക്കെ കുട്ടികളെ ഹൃദയത്തിൽ തറയ്ക്കുക. നമ്മൾ പങ്കുവയ്ക്കുന്ന നമ്മുടെ ജീവിതം അതെങ്ങനെയാണ്, ആ ജീവിതമാണ് നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും നല്ല സ്വഭാവത്തിൻ്റെ കാര്യത്തിലും നല്ല വ്യക്തിയായി രൂപപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ജീവിതവും അവരുടെ മാതൃകകളുമാണ് കുട്ടികളെ ഏറെ ചേർത്ത് പിടിക്കുക. തീർച്ചയായിട്ടും ജെൻ ആൽഫയെ നേരിടാൻ അല്ലെങ്കിൽ ജെൻ ആൽഫയെ ചേർത്ത് പിടിക്കുവാൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില ചിന്തകൾ നമുക്കും നമ്മളുടെ കുടുംബത്തിൽ അതിൻ്റെ വിത്തുകൾ കൂടി പാകാം. ഷെക്കീന ഫൈറൂമിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.